ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോളം ബീച്ച് കാണാൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസ് കാണുന്നതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് കയറാനായിട്ട് ഒരു വൈകിട്ടൊരു 4 മണി 4:30 ഉള്ളിലാണ് അവിടെ എത്തിയത് കേട്ടോ. നല്ല തിരക്കായിരുന്നു. വേഗം തന്നെ ക്യൂല് കയറി നിന്നിട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ ക്യൂല് നിന്നിട്ടോ. എന്നിട്ട് ലാസ്റ്റ് അനങ്ങി അങ്ങ് എത്തിയപ്പോഴാണ് അവർ പറയുന്നത്, നമുക്ക് നടന്ന് കയറണമെങ്കിൽ സ്റ്റെപ്പ് വഴി കയറണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറാമെന്ന്, അല്ലെങ്കിൽ ലിഫ്റ്റ് വഴിയാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് വഴി കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കോൺഫിഡൻസിൽ അങ്ങ് കയറി അങ്ങനെ ഒരു വിധം കയറിയെങ്കിലും പിന്നെ പട്ടിയ പോലെ കിതയ്ക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് പിന്നെ ഒട്ടും പറ്റണില്ല, കാലൊക്കെ കാഴ്ച ഒരു വിധമായി. ഇതൊക്കെ കാരണം നല്ല സ്റ്റാമിന വേണം, തളരരുത് രാമൻകുട്ടി. പിന്നെ അങ്ങനെ ഒരു വിധം അങ്ങ് കയറി. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അവനെയും കൊണ്ട് നടത്തിച്ചും തൊളിലും വെച്ചിട്ടൊക്കെ ഒരു വിധം നമ്മൾ മുകളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരെ ഉള്ളൂട്ടോ ലിഫ്റ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് മുകളിലോട്ട് കയറണം. അവിടെ നിന്ന് ഒരു പ്രത്യേക കോണിയുണ്ട് മുകളിലോട്ട്, അങ്ങനത്തെ വഴിയാണ് കയറേണ്ടത്. അങ്ങനെ കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂസ് ഒന്ന് അടിപൊളിയായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആയിരുന്നു. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാ കാണുന്നതാണ് കേട്ടോ വിഴിഞ്ഞം സീ പോർട്ട്. അവിടെ ഒരു കപ്പൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് കാണാനായി സാധിക്കും. അവിടെ നിൽക്കുമ്പോഴാണെങ്കിൽ അടിപൊളി കാറ്റായിരുന്നു, നല്ല കാറ്റ്, നല്ല വ്യൂ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അയ്യാനൂന് അവിടെ കാണുമ്പോൾ പേടിക്കോ, അവിടെ നിൽക്കാൻ പേടിക്കോ, കരയോ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അവ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ഉണ്ട് ഭയങ്കര അതിശയം പോലെ അവൻ നോക്കിയിരുന്നു. അത് കാരണം കുറേ സമാധാനം ഉണ്ടായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പോകാനും തന്നെ അവ ഒത്തിരി കംഫർട്ടബിൾ ആയിരിക്കും, ബഹളമൊന്നും ഉണ്ടാക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിലും നിൽക്കൂട്ടോ. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ബോട്ട് തന്നെ ഇപ്പോൾ ഏകദേശം അടുപ്പിക്കുന്നുണ്ട്, ചരക്ക് വെട്ടുള്ളതാണ് കേട്ടോ അത്. അങ്ങനെ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ പയ്യെ ഇറങ്ങിയിട്ടാ. ഒരു 6 മണി വരെ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 6 മണി വരെ എന്തോ ഉള്ളൂ ഇതിന്റെ എൻട്രി ടൈം. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യും. അപ്പൊ തിരക്കെല്ലാം ഒഴുങ്ങി നമ്മളായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ കണ്ട് ഞാൻ ആദ്യം ഇറങ്ങിയിട്ടാ ലിഫ്റ്റ് വഴി. പിന്നെ അവരെ പിന്നാലെ അവർ കൂടി ഇറങ്ങിയിട്ടാ. ഹസ്ബൻഡ് മോനും എല്ലാവരും ഇറങ്ങി. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ അടുത്തായിട്ട് തന്നെ കുറച്ച് പാർക്കുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കൂടെ ഒന്ന് കയറാം എന്ന് കരുതി. അപ്പൊ അവിടെ നോക്കുമ്പോ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എന്നാൽ അവിടെ ചുമ്മാ ഒന്ന് കയറി നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്നും പോവാണ്ടോ. ആദ്യം ഇതിലാണ് കയറുന്നത്. അവന് അത്ര പേടിയുണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ സാധനത്തിൽ കയറുന്നത്. ഇത് ഒരുമാതിരി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഇതാണ്ടോ. അങ്ങനെ അതിലും കയറി. ഇതിലാണെങ്കിൽ ഒട്ടിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചൊക്കെ കറങ്ങിയോടി ചിരിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ കരച്ചിലായി മാറി. പെട്ടെന്ന് തന്നെ കയ്യിൽ കയറിയിട്ട് വേണ്ട, എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ അവൻ ആനനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളൊരു ആനയുടെ സ്റ്റാച്ചു കണ്ടു. അപ്പൊ അത് അവിടെ വെച്ചിട്ട് ആനയുടെ കൊമ്പൊക്കെ പിടിച്ച് അവിടെ ഒരു ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പയ്യെ ഇറങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.